ഫിനാൻസ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുറങ്ങിയാൽ പോലും അവിടെ മണി ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റിസ്കിനുപരി സെക്യൂരിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഐ കാണ്ട് അഫോർഡ് എന്ന് പറയുന്നതിനുപരി ഇത് എങ്ങനെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് എനിക്ക് ഇത് അഫോർഡ് ചെയ്താൽ എന്താ. പൈസയുടെ കാര്യത്തിൽ നമ്മൾ പലരും വളർന്നു വന്നിരിക്കുന്നത് നമ്മുടെ പാരൻസിൻ്റെ അഡ്വൈസ് കാരണമായിരിക്കും. എന്നാൽ ഈ പാരൻസിൻ്റെ അഡ്വൈസ് മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണെങ്കിലോ? അതെ, ഇത് തന്നെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിൽ റോബർട്ട് കിയോസാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ലെസൺസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേര് ഫിദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം തന്നെ നമുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുവർ ഡാഡ് എന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെ ബയോളജിക്കൽ പാരൻ്റാണ്, ബയോളജിക്കൽ ഫാദറാണ്. അതെ, സോ ഹീസ് വെൽ എഡ്യൂക്കേറ്റഡ്, അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. എന്നാൽ റിച്ച് ഡാഡ് എന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെ ഫ്രണ്ടിൻ്റെ ഫാദറാണ്. ഈസ് ആവറേജ് പഠിക്കുമെങ്കിലും ഹീസ് എ വെൽ എഡ്യൂക്കേറ്റഡ്, ഫിനാൻസ് പരമായിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഈ പുവർ ഡാഡിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നല്ലോണം പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല ജോലി വാങ്ങി സാലറി ഉണ്ടാക്കുക. റിസ്കിനുപരി സെക്യൂരിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. റിസ്ക് എടുക്കണ്ട, ലൈഫ് സ്മൂത്തായിട്ട് സെക്യൂർഡായിട്ട് മുന്നോട്ട് പോകണം. റിസ്ക് എടുക്കാൻ ഒരു കാരണവശാലും റിസ്ക് എടുക്കാണ്ട് നല്ലോണം പഠിച്ച് നല്ല ജോലി വാങ്ങി നല്ല ക്യാഷ് ഉണ്ടാക്കുക. ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളാണ് ഈ റോബർട്ട് കിയോസാക്കിയുടെ ബയോളജിക്കൽ ഫാദർ. എന്നാൽ റിച്ച് ഡാഡ് എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ ഡാഡ് പറയുന്നത് സെക്യൂരിറ്റി നോക്കാണ്ട് ടേക്ക് റിസ്ക് എടുക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് ഒരു നമ്മൾ പഠിച്ച് ജോലി വാങ്ങി സാലറി വാങ്ങാണ്ട് അവിടെ കുറച്ച് അതിനുപരിയായിട്ട് ചിന്തിച്ച് മണി വർക്ക്സ് ഫോർ യു. എന്നാൽ ഇത് മണി വർക്ക്സ് ഫോർ യു എന്ന കാര്യം നമ്മൾ പലരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പാരമ്പര്യമായിട്ട് നമ്മൾ പാവപ്പെട്ടവരാണ് എന്ന് പറയുന്നതിൽ അവിടെ പ്രയോജനമില്ല. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫിനാൻസ് പരമായിട്ട് നമ്മൾ സ്കൂളിൽ നമ്മൾ മാത്സ് പഠിക്കും, സയൻസ് പഠിക്കും, സോഷ്യൽ എക്കോണമി പഠിക്കും. എന്നാൽ നമ്മൾ പഠിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മളെങ്ങനെ ടാക്സ് അടക്കും, നമ്മളെങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, ഇതൊന്നും നമ്മൾ ആരെയും പഠിപ്പിച്ചു തരുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പോലും അതിനുള്ളൊരു പാഠം നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 3 മെയിൻ ലെസൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യത്തെ ലെസൺ, റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി. അതെ, പാവപ്പെട്ടവർ പുവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മോർണിംഗ് 9 മണി മുതൽ 4 മണി വരെ വർക്ക് പോയി കഴിഞ്ഞാൽ സാലറി കിട്ടും, സാലറി ഏൺ ചെയ്തിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. എന്നാൽ റിച്ചിൻ്റെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുറങ്ങിയാൽ പോലും അവിടെ മണി ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. യെസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുന്നു. അവിടെ ഒരു നമ്മൾ ഉറങ്ങിക്കിടന്നാൽ പോലും നമ്മുടെ വീഡിയോ ഒരാൾ കാണുമ്പോൾ അവിടെ നമ്മുടെ മണി ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വെക്കേഷന് പോകാം, ഇറ്റ്സ് ഓക്കെ, നമുക്ക് അവിടെ മണി ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മളവിടെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ മണി ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാര്യം മനസ്സിലാക്കാണ്ട് പഠിക്കുക, 9 മണി മുതൽ 4 മണി വരെ ജോലി ചെയ്യുക, അവിടുന്ന് പൈസ ഉണ്ടാക്കുക, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലെസൺ. റിച്ച് ഡസൻറ്റ് വർക്ക് ഫോർ മണി. ഓക്കെ, സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് ഫിനാൻസ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനാൻസ് എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കൂളിൽ മാത്സ് പഠിക്കും, സോഷ്യൽ പഠിക്കും, എല്ലാ കാര്യത്തിനെ പറ്റി ജനറൽ നോളേജ് വരെ പഠിക്കും. എന്നാൽ നമ്മൾ ഫിനാൻസിനെ പറ്റി എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? പഠിക്കാൻ, ജോലി വാങ്ങാനായിട്ട് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടും. എന്നാൽ ടാക്സ് എടുക്കുന്നത് എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയാണ്, ഇതിനെപ്പറ്റി ആരും നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല. സോ ഫിനാൻസ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദീസ് ഡേയ്സ്. തേർഡ് ലെസൺ, മൈൻഡ് സെറ്റ് ഡിഫറൻസ്. അതെ, പലവർക്കും പല മൈൻഡ് സെറ്റ് ആയിരിക്കും. എനിക്കുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. സോ ഇപ്പോൾ ഒരു പുവർ ആയിട്ടുള്ള ആളുടെ ഒരു സാധനം ഇത് വാങ്ങണം എന്ന് പറയുമ്പോൾ ഐ കാണ്ട് അഫോർഡ്, എനിക്കിത് പറ്റില്ല, എനിക്കിത് വാങ്ങാൻ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങൂല എന്ന് പറയുന്നതിലുപരി ഐ കാണ്ട് അഫോർഡ് എന്ന് പറയുന്നതിനുപരി ഇത് എങ്ങനെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് എനിക്ക് ഇത് അഫോർഡ് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ആദ്യം തന്നെ നെഗറ്റീവാണ് പറയുന്നത്, ഇതെനിക്ക് പറ്റൂല എന്ന് പറയുന്നത്. ഇതിനെയാണ് മൈൻഡ് സെറ്റ് ഡിഫറൻസ്. നമ്മളെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ നടക്കും. ഫോർത്ത് ലെസൺസ്,
അസറ്റ് വേഴ്സസ് ലിയബിലിറ്റീസ്. അസറ്റ്സ്, റിച്ച് ആൾക്കാർ കൂടുതലായിട്ട് അസറ്റ്സിനെയാണ് പ്രാധാന്യം നൽകുന്നത്. അതെ, നമ്മൾ പൈസ എടുത്ത് വെച്ച് ചിലവാക്കാണ്ട്, അല്ലെങ്കിൽ ലിയബിലിറ്റീസ്. ഈ ലിയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബൈക്ക് വാങ്ങാൻ, ഓക്കെ, ഞാൻ ബൈക്ക് വാങ്ങി, ഒരു ലോൺ എടുത്ത് ഞാൻ ബൈക്ക് വാങ്ങി, അവിടെ ലിയബിലിറ്റിയാണ് നടക്കുന്നത്. ലോൺ എടുത്ത് ഞാൻ ബൈക്ക് വാങ്ങി കഴിഞ്ഞിട്ട് ഈ ബൈക്ക് കൊണ്ട് എനിക്ക് കാശിന് വലിയ ആവശ്യം വന്നില്ല. നമുക്ക് ഈ ബൈക്ക് കാരണം എനിക്ക് കാശ് കിട്ടിക്കൊണ്ടേ ഇരിക്കണില്ല. അവിടെ വരുന്നത് ഒരു ലിയബിലിറ്റിയാണ്. എന്നൊരു അസറ്റ്, നമ്മളൊരു സ്മോൾ ബിസിനസ് തുടങ്ങി, അതെ, അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ പോക്കറ്റിലേക്കാണ് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലിയബിലിറ്റീസ്, നമ്മുടെ നിന്ന് പോകുന്ന പൈസ പോകുന്നതിനെ പറ്റി ചിന്തിക്കാണ്ടിലേക്ക്, ഓക്കെ, പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ തിരിച്ച് വരും എന്നുള്ള കാര്യത്തിൽ അസറ്റ്സിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 5th ലെസൺ, വർക്ക് ടു ലേൺ, നോട്ട് ടു ജസ്റ്റ് ഏൺ. സോ നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വർക്ക് കിട്ടണേണ്, നമുക്കൊരു ജോലി കിട്ടണേണ്. അതെ, അധികം സാലറി ഇല്ല, ഭയങ്കര ചെറിയ സാലറിയാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് സാലറിന് പ്രാധാന്യം നൽകാണ്ട് അവിടെ നിന്ന് നമുക്ക് എത്രത്തോളം സ്കില്ല് കിട്ടും, ആ സ്കില്ലിന് പ്രാധാന്യം നൽകി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് അവിടുത്തെ ഒരു സാലറി, എനിക്ക് ഇത്രയും സാലറി ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യണില്ല എന്ന് പറയാണ്ട് നമുക്ക് സ്കില്ലിന് വാല്യൂ കൊടുക്കണം. സോ അതാണ് 5th ലെസൺ. വൈ ഇറ്റ് മാറ്റർ ടുഡേ. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇതിൽ ഇത്രയും പ്രാധാന്യം? നമ്മളിപ്പോൾ എല്ലാവരും റാറ്റ് റേസിലാണ്. പഠിത്തം, ജോലി, സാലറി, എക്സ്പെൻസസ്, ഡെപ്റ്റ്, കടം വാങ്ങിക്കുക, ഈ ഒരു സൈക്കിളിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഫിനാൻസ് സ്റ്റഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫിനാൻസിനെ പറ്റിയിട്ട് ഡെപ്തായിട്ടൊരു നോളേജ് ഉണ്ട്, എങ്ങനെ ചിലവാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്നത് വലിയൊരു മാറ്റമായിരിക്കും. ഈ ഒരു റാറ്റ് റേസ് ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ആയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു എവല്യൂഷൻ ഉണ്ടാക്കാം. സോ ഈ ബുക്ക് അറിയാലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇച്ചിരി വലിയൊരു ബുക്ക് തന്നെയാണ്. എനിക്കിതിൽ എല്ലാം പറയാനുള്ള ഒരു ടൈം ഇല്ല. സോ ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയാൻ പാടില്ല. സോ ഈ ഒരു ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഇത് ഭയങ്കരമായിട്ട് നല്ലൊരു ബുക്കാണ്. ലൈക്ക് ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യത്തിനും എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിൽ എല്ലാത്തിനും ആൻസർ ഉണ്ട്. ഇതൊരു വെറും ഒരു ബുക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫിനും മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ട്സിനും ഒരു ക്ലിയറൻസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് കൊണ്ട് നമുക്ക് പറയും. ലൈക്ക് ഞാൻ എത്രത്തോളം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും എന്ന് എനിക്കറിയില്ല. കാര്യം അതെ, നീ ആരാണിത് പറയാനായിട്ട് എന്ന ചോദ്യം വരാം. ഞാൻ ആരുമല്ല. ഈ ഒരു ബുക്കിൽ പറയുന്ന എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇതിൽ എത്രത്തോളം വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കും ഈ ബുക്ക് വായിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് പോരാ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം, ഞാൻ തന്നെ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.